നമസ്കാരം സാർ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്തിയിട്ടുണ്ട് സാർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ച മരുന്നുകളാ നമ്മളിപ്പോ അനധികൃതമായി കേരളത്തിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നിങ്ങളിൽ ആര് കേരളം ഭരിച്ചാലും ഞങ്ങൾ സേഫ് ആയിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന പ്രശ്നം. ഒന്ന് നിർത്തോ. ഇയാളുടെ ഒരു കരിയർ മണ്ണാങ്കട്ടെ. ആ കരിയറും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഡ്രഗ്സ് കൺട്രോളിന്റെ ചുമതലയൊന്നും തനിക്ക് ഉണ്ടാവില്ലായിരുന്നു. റിട്ടയർഡ് സർക്കാർ ഡോക്ടറിന്റെ ബോർഡും വെച്ച് ചൊറിയും കുത്തിരിക്കാമായിരുന്നു രണ്ടിനും. എന്തായി ഡോക്ടർ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന മട്ടാണ്. വർഷങ്ങളായി നമ്മൾ പൂഴ്ത്തി വെച്ചിരുന്ന പലതിലും ആ CAG കൃഷ്ണമൂർത്തി കയറി തപ്പാൻ തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ജനാർദ്ദനക്കുറുപ്പിന്റെ ഫുൾ സപ്പോർട്ടുള്ള ആ CAG കയറി പിടിമുറുക്കിയ. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോ എന്തൊക്കെയാ അഴിമതികൾ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കൊന്നും നിശ്ചയം പോരാ. നശിച്ചു പോകാൻ നേരത്തെ ആരോഗ്യവകുപ്പ് തന്നെ എടുത്ത് എന്റെ തലയെ കയറ്റിയത്. അതിനിടയ്ക്ക് ആ CAG എന്ന് പറഞ്ഞ മെയ്യൊന്ന് ആരെങ്കിലും ഓർത്തോ? ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചവിട്ടുപടികളാക്കി ഭരണത്തിലെത്തിയിട്ട് അവനവന് വേണ്ടി മാത്രം ഭരിക്കുന്ന നമ്മളെ പോലുള്ള രാഷ്ട്രീയ വ്യവസായികൾക്ക് ഇടയ്ക്കിടെ ചില ജനാർദ്ദനക്കുറുപ്പുമാരെയും CAG-മാരെയും ഒക്കെ നേരിടേണ്ടി വന്നിരിക്കും. കരിമണലും കമ്പ്യൂട്ടർ സിറ്റിയും പെൺവാണിപ്പും ഒക്കെയായി ഒരു 5-8 മാസത്തേക്ക് കൂടി കുറുപ്പിനെ ശ്വാസം മുട്ടിക്കാനുള്ള വകുപ്പൊക്കെ സഹമന്ത്രിമാരും ഘടകകക്ഷികളും ചേർന്നുണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം ഒരു ശ്രദ്ധ തിരിക്കൽ. നമ്മുടെ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നമ്മൾ തന്നെ ഒരുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റും കേറി പാടോ. സല്യൂട്ട് ചെയ്യാൻ ഞാനിപ്പോ മന്ത്രിയൊന്നും അല്ലടോ. ഡിപ്പാർട്ട്മെന്റിലെ ധീരനായ ACP അടിയോടിയെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന്റെ കാര്യം മനസ്സിലായി. നാളെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സമാധാനപരമായ ഒരു മാർച്ച് നടക്കും. കാൽനട ജാഥ. അതിനെ ഒന്ന് അക്രമസമരമാക്കി തരണം താൻ എനിക്ക്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് പൊതുജനങ്ങളെ സേവിക്കാൻ പറഞ്ഞ പിന്നെ അതനുസരിക്കാതിരിക്കാൻ പറ്റുമോ സാർ? അതെ, ടിയർ ഗ്യാസും ഡൈനാമിറ്റും ഒക്കെയായി നാളെ ഈ നഗരം കത്തണം. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇഷ്യൂവിനെ കുറിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്താനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ക്യാബിനറ്റ് കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. തീരുമാനം എന്തായാലും കൃത്യമായി നിങ്ങളെ അറിയിച്ചിരിക്കും. അതാണല്ലോ പതിവ്. അല്ല സാർ, യാതൊരു പ്രകോപനമില്ലാതെ. ഓക്കെ തൽക്കാലം ഇത്രയേ ഉള്ളൂ. മിടുക്കി. അവൻ ഇതുവരെ ഉണർന്നില്ലേ? അവന് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റും പോയതാ. ഇനിയിപ്പൊ എന്നാക്കെ ഒപ്പിച്ചാ വരുന്നതെന്നറിയാൻ മേല.
വണ്ടി എടുത്ത്